ഹലോ ഗായ്സ്, സമയം ഇപ്പം 12 മണി കഴിഞ്ഞു. ഞാൻ വിശാലിനെ കാത്തുക്കലാണ്. അമ്മ ഇരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നു ഉണ്ണിയേട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അമ്മേനോട് ചാറ്റിയും പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇന്ത്യൻ്റെ അടുത്താണ്. ആടെ ഞങ്ങൾക്ക് അമ്മമ്മ നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആടുന്ന് കാറ് ഓടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. എക്കാണെങ്കിൽ വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. സമയം ഏകദേശം 12:45 ഞങ്ങളൊരു മട്ടന്നൂർ എത്താനായാലും ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലോ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടു. പിന്നെ നമ്മൾ കുറേ നേരം എയർപോർട്ടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തു. രണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിമിതി എല്ലാം ഉണ്ടല്ലോ, കുറേ സമയം ഒന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എയർപോർട്ട് കാണുമ്പോൾ എപ്പോൾ അച്ഛനെല്ലാം പണ്ട് കൊണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ടാവുക. കുറേ സമയം കാറിൽ ഇരുന്നിട്ട് തന്നെ ഏട്ടനെയും കാത്തുനിന്നു. അവരെന്തോ ചെക്കിംഗ് ബാഗ് കിട്ടിയില്ല എന്നോ എന്തോ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിനി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിനി. കല്യാണത്തിന് മുന്നേ ആയാലും കഴിഞ്ഞിട്ടാണെങ്കിലും വരുമ്പോൾ എല്ലാം വൻ സർപ്രൈസ് ആയിട്ടാണ് വരിക. മുമ്പിലെത്തിയാലാണ് ആളിവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ എന്തായാലും സർപ്രൈസ് നടക്കാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിനി. ഇന്ന ഡേറ്റ് എല്ലാം എനിക്ക് മുന്നേ അറിയായിരുന്നു. ഇത് ജിഷ്ണുവിൻ്റെ കാറാണ്. ഒരു പെട്ടെന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിനി. അപ്പോൾ ഉണ്ണിയേട്ടൻ നാട്ടിലെത്തി ഗായ്സ്. പറയാം എന്തെങ്കിലും പറയും. ഉണ്ണിയേട്ടൻ അങ്ങനെ നാട്ടിൽ വന്നു. ഇനിയിപ്പം ഫുൾ കറക്കം തന്നെ. ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൾ എന്തെന്ന് ഈ പറയുന്നതെന്ന് വെച്ചിട്ടായിരിക്കണം. ഇവനാണെങ്കിൽ ചെണ്ട കേടെ കോല വെച്ചാലും ആടെ എത്തുന്ന ടൈപ്പാണ്. എഴുന്നോ ചെണ്ട മുട്ടുന്ന ഇട്ടിട്ട് നമ്മൾ ആർത്തേക്കും പോയിട്ടുണ്ടായിന്. വീട്ടിൽ വരെ കയറാണ്ട് നേരെ തെയ്യപ്പറമ്പിലേക്കാണ് പോയിന്. മാർച്ചിൽ കല്യാണം വെച്ചത് തെയ്യം കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട്. ഈ ദുനിയാവിൽ ഏടെല്ലാം തെയ്യമുണ്ടോ ആടെല്ലാം നമ്മളും ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വയ്യ കാണിക്കാം. ഓക്കെ ഗൈസ്, ബൈ.